മോദിയുടെയും മന്ദഭക്തരുടെയും തനിനിറം തുറന്നു കാണിച്ച് ആരാണ് എത്തിയിരിക്കുന്നത് എന്ന് അറിയാമോ? മറ്റാരുമല്ല, മോദിയുടെ സ്വന്തം A2 ആണ്, മുകേഷ് അംബാനി. അതെ, കേൾക്കുന്നത് ശരിയാണ്. മോദിയുടെ സത്യാവസ്ഥ, മന്ദഭക്തർ പരത്തുന്ന ഫേക്ക് ന്യൂസിന്റെ സത്യാവസ്ഥ പരസ്യമായി വ്യക്തമാക്കി മുകേഷ് അംബാനി വന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ട്രംപും സൗത്ത് കരോളിനയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രാമും പറഞ്ഞത് 100% വസ്തുതയാണ് എന്നുകൂടിയാണ്. ഈ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി തരാം. പിന്നെ പതിവ് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന അമേരിക്ക ആസ്ഥാനമായുള്ള ബ്ലൂംബർഗിന്റെ ജനുവരി 2-ാം തീയതിയിലെ ന്യൂസ് ആണ് ഇത്. റഷ്യൻ ഓയിലുമായി വരുന്ന കപ്പലിന്റെ ലക്ഷ്യസ്ഥാനം അംബാനിയുടെ റിലയൻസ് പ്ലാന്റ് ആണ് എന്ന് വ്യക്തമായ സൂചന ലഭിച്ചു എന്ന് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. റഷ്യൻ ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്ന ഏറ്റവും കുറഞ്ഞത് 3 ടാങ്കറുകൾ ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പ്ലാന്റിലേക്കാണ് പോകുന്നത് എന്ന് വ്യക്തമായ സൂചനയുണ്ട്. 2.2 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലുള്ള ഈ കപ്പലുകൾ ഇപ്പോൾ കാണിക്കുന്നത് ജാംനഗറിലെ വലിയ ഫാക്ടറിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നും ഈ മാസത്തിന്റെ ആദ്യത്തോടുകൂടി അത് അവിടെ ഡെലിവർ ചെയ്യും എന്നും ഡേറ്റ അനലിറ്റിക്സ് ഫേമായ കെപ്ലർ കണ്ടുപിടിച്ചു. അവർ പറഞ്ഞിരിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ചു കാലം നിർത്തിവച്ചിട്ട് വീണ്ടും ആരും അറിയാതെ രഹസ്യമായി തുടങ്ങിയിരിക്കുകയാണ് എന്നാണ്. എന്നാൽ ഈ ന്യൂസ് വന്നതേ അംബാനി ഞെട്ടിവിറച്ചു. എന്നിട്ട് ജനുവരി 5-ാം തീയതി സോഷ്യൽ മീഡിയയിലൂടെ അവർ ഔദ്യോഗികമായി സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ഈ സ്റ്റേറ്റ്മെന്റ് വ്യക്തമായി കാണിക്കുകയാണ് എത്രത്തോളമാണ് ട്രംപിനെ മോദിയും കൂട്ടരും ഭയപ്പെടുന്നത് എന്ന്. മോദിയുടെ മന്ദഭക്തർ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് മോദി ഭയപ്പെട്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറവ് ചെയ്തിട്ടില്ല, നിർത്തിയിട്ടില്ല, 56 ഇഞ്ച് നെഞ്ചളവാണ് ഉള്ളത്, വാക്കുകൾ കേട്ട് ഭയന്ന് നിൽക്കുന്ന ആളല്ല എന്നാണ്. അതാണ് ഓപ്പണായി പരസ്യമായി മുകേഷ് അംബാനി പൊളിച്ചു കാണിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സ്റ്റേറ്റ്മെന്റ്, റഷ്യൻ ഓയിലും നിറച്ചുകൊണ്ടുവരുന്ന 3 ടാങ്കറുകൾ റിലയൻസിന്റെ ജാംനഗർ റിഫൈനറിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് വളരെ സ്പഷ്ടമായി തെറ്റാണ്. റിലയൻസിന്റെ ജാംനഗർ റിഫൈനറിയിൽ ഏകദേശം കഴിഞ്ഞ 3 ആഴ്ചയായി ഒരു തുള്ളി പോലും റഷ്യൻ ഓയിൽ കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന്റെ ഒരു ഡെലിവറിയും ജനുവരിയിൽ പ്രതീക്ഷിക്കുന്നുമില്ല. റിലയൻസ് ഇൻഡസ്ട്രീസ് റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയത് നീതിയുക്തമായ ജേർണലിസം നടത്തുന്നത് എന്ന് അവകാശപ്പെടുന്ന ബ്ലൂംബർഗ് അവഗണിച്ചത് ഞങ്ങൾക്ക് അതിയായ വേദന ഉളവാക്കുകയും ജനുവരിയിൽ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിച്ചു എന്ന് തെറ്റായ റിപ്പോർട്ട് കൊടുത്തത് ഞങ്ങളുടെ ഇമേജിനെ കരുതേച്ച് കാണിക്കുന്നതും ആണ്. അംബാനി ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, കഴിഞ്ഞ 3 ആഴ്ചയായി ഒരു തുള്ളി റഷ്യൻ എണ്ണ പോലും ഞങ്ങൾ വാങ്ങിയിട്ടില്ല, ജനുവരിയിൽ ഒരു തുള്ളി പോലും എണ്ണ റഷ്യയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കുന്നില്ല. ഈ 3 കപ്പലുകളിൽ നിന്നുള്ള റഷ്യൻ എണ്ണ ഞങ്ങളുടെ റിഫൈനറിയിലേക്കാണ് എന്ന് തെറ്റായ വാർത്ത കൊടുത്തത് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുകയും ഞങ്ങളുടെ ഇമേജിനെ കരുതേച്ച് കാണിക്കുകയും ചെയ്യുന്നതാണ്. ബേസിക്കലി കരയുകയാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യുകയില്ല എന്ന്. അപ്പോൾ എവിടെയാണ് മോദിയുടെ തനിനിറം തുറന്നു കാണിക്കുന്നത് അല്ലേ? മോദിയുടെ മന്ദഭക്തർ പ്രചരിപ്പിക്കുന്നത് മോദി അങ്ങനെ ഭയപ്പെട്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് കുറച്ചിട്ടില്ല, ട്രംപ് പോയി പണി നോക്കട്ടെ എന്നൊക്കെയാണ്. എന്നാൽ വാസ്തവം എന്താണ് എന്നാണ് മുകേഷ് അംബാനി തന്നെ നേരിട്ട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ 3 ആഴ്ചയായി ഞങ്ങൾ റഷ്യൻ എണ്ണ ഒരു തുള്ളി പോലും വാങ്ങിയിട്ടില്ല, ഈ ജനുവരിയിൽ വാങ്ങാനുള്ള ഒരു പ്ലാനും ഇട്ടിട്ടില്ല. തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത സുധീർ എന്നു പേരുള്ള മോദിയുടെ ഒരു പരിപൂർണ മന്ദഭക്തൻ സോഷ്യൽ മീഡിയയിൽ ഈ ജനുവരി 4-ാം തീയതി തന്നെ കുറിച്ചതാണ് ഇത്. ട്രംപിന്റെ ഫോൺ കോൾ എടുക്കാൻ മോദി 4 തവണ വിസമ്മതിക്കുകയും അത് യൂറോപ്യൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ദയവായി ഓയിൽ വാങ്ങുന്നത് നിർത്താമോ എന്ന് ട്രംപ് കെഞ്ചി ചോദിച്ചിട്ടും നരേന്ദ്രമോദി റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് നിർത്തിയില്ല. ട്രംപിന് മോദി ആരാണെന്ന് അറിയില്ല. സുഹൃത്തുക്കൾക്ക് വേണ്ടി മോദി എന്തും ചെയ്യും, പക്ഷേ പിന്നിൽ നിന്ന് കുത്തുന്നവരോട് ക്ഷമിക്കുകയില്ല. എങ്ങനെയാണ് മന്ദഭക്തർ ദിവസവും അല്പം പോലും മെച്ചപ്പെടാതെ തലച്ചോറിന് ഒരു കടുകുമണിയുടെ പോലും വളർച്ചയില്ലാതെ നിലനിൽക്കുന്നത് എന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്തരം വാട്സാപ്പ് മെസ്സേജുകളാണ് ദിനം പ്രതി അവരുടെ ഫോണിലേക്ക് ചെല്ലുന്നത്. ഇതെല്ലാം സത്യമാണെന്ന് അവർ അങ്ങനെ വിശ്വസിച്ച്
മോദി വിശ്വഗുരുവാണ് എന്ന് ഉറപ്പിക്കും. ശരിയായ വാർത്തകൾ ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് പൊട്ടക്കിണറ്റിലെ തവളകളായ ഇവർക്ക് അറിയില്ല. സ്വതന്ത്ര മാധ്യമങ്ങളിൽ വരുന്നത് ഇവർ ഒരിക്കലും കാണുകയില്ല. ദിനം പ്രതി ഇതുപോലുള്ള ആയിരക്കണക്കിന് മെസ്സേജുകളാണ് അവരുടെ തലച്ചോറിലേക്ക് കുത്തിവിടുന്നത്. 4 പ്രാവശ്യം ട്രംപ് മോദിയെ വിളിച്ചിട്ട് മോദി ഫോൺ എടുത്തില്ല. അത് യൂറോപ്യൻ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രംപ് മോദിയോട് കെഞ്ചി ചോദിച്ചു, വെറുതെ ചോദിക്കുകയല്ല, കെഞ്ചി ചോദിച്ചു, ദയവായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താമോ സാർ എന്ന്. ഇതൊക്കെ കാണുമ്പോൾ മന്ദഭക്തർ മോദി എത്ര ശക്തനാണ് എന്നോർത്തങ്ങ് കോൾമയിൽ കൊള്ളും. അങ്ങനെ കെഞ്ചി ചോദിച്ചിട്ടും മോദി പറഞ്ഞു നിങ്ങൾ പോയി പണി നോക്കാൻ എന്നുകൂടി കേൾക്കുമ്പോൾ അവർക്ക് രോമാഞ്ചം കൊണ്ട് ഇരിക്കപ്പുറതിയില്ല. പിന്നീട് അവർ ചെയ്യുന്നത് നമ്മളെപ്പോലെ സത്യം റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോകളുടെ അടിയിൽ വന്ന് കമന്റ് ഇടും. നിങ്ങൾ ന്യൂസ് ഒന്നും വായിക്കാറില്ലേ? ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? കണ്ടോ മോദി ട്രംപിനെ ഭീഷണിപ്പെടുത്തിയത്, ട്രംപ് കെഞ്ചിയിട്ടും എന്ന് ദേശീയ മീഡിയകൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ലേ? അവരുടെ ദേശീയ മീഡിയ എന്ന് പറയുന്നത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പരിപൂർണമായി നിർത്തലാക്കി. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വളരെയേറെ വെട്ടിക്കുറച്ചു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ സെനറ്റർ ലിൻസെ ഗ്രാം വ്യക്തമായി പറഞ്ഞു, ഇന്ത്യൻ അംബാസഡർ വിനയ് ക്വാത്രയുടെ വീട്ടിൽ ചെന്നപ്പോൾ അംബാസഡർ ഒരേ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിച്ചത്. ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വളരെയേറെ വെട്ടിക്കുറച്ചു. അതുകൊണ്ട് താങ്കൾ ട്രംപിനോട് പറയാമോ ഇന്ത്യക്കെതിരെയുള്ള താരിഫ് കുറയ്ക്കണമെന്ന്. ഇത് പറഞ്ഞത് 100% ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് റിലയൻസ് കരഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് ഇട്ടത്. മോദിയുടെ സ്വന്തം അംബാനി മോദിയെ തുറന്നു കാണിച്ചിരിക്കുകയാണ്. ഒരിക്കൽ അംബാനി മോദിയെക്കുറിച്ച് പറയുന്ന കാര്യം കൂടി കേൾക്കുമ്പോൾ എല്ലാം കൂട്ടി വായിക്കാം. God Almighty himself has sent Modi ji as an avatar Purush to lead our motherland to become the greatest nation on earth. ദൈവം ഒരു അവതാര പുരുഷനായി നമ്മുടെ മാതൃരാജ്യത്തെ നയിക്കാൻ, ഭൂമിയിലെ വലിയ മികച്ച രാജ്യമാക്കാൻ മോദിയെ സ്വയം അയച്ചതാണ്. അപ്പോൾ അയാളുടെ നോൺ ബയോളജിക്കൽ ദൈവമായ അയാളുടെ അവതാര പുരുഷനായ മോദി പറയുന്നത് പോലെ മാത്രമേ അയാൾ ചെയ്യുകയുള്ളൂ എന്ന് 100% ഉറപ്പാണല്ലോ. അപ്പോൾ ആര് പറഞ്ഞിട്ടാണ് റഷ്യയിൽ നിന്നുള്ള ഓയിൽ വാങ്ങുന്നത് അംബാനി നിർത്തലാക്കിയത് എന്ന് 100% വ്യക്തം. സാർ പ്ലീസ് സാർ, ഞാൻ വന്ന് കണ്ടോട്ടെ സാർ പറഞ്ഞിട്ട് മാത്രമാണ് അംബാനി റഷ്യയിൽ നിന്നുള്ള ഓയിൽ വാങ്ങൽ നിർത്തിയത്. ബ്ലൂംബർഗിന്റെ ഈ റിപ്പോർട്ട് തെറ്റായിരുന്നോ? അല്ല എന്ന് ഏതാണ്ട് 99% ഉറപ്പാണ്. കാരണം ജനുവരി 4-ാം തീയതി, അതായത് അംബാനി ഞങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞ ജനുവരി 5-ാം തീയതിക്ക് ഒരു ദിവസം മുൻപ് വീണ്ടും ഈ വാർത്ത കൊടുത്തിരുന്നു. ഇപ്പോൾ ഈ കപ്പലുകൾ പോകുന്ന ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അംബാനിയുടെ റിഫൈനറിയിലേക്ക് അല്ല പോകുന്നത് എന്നാണ് ഇപ്പോൾ ഇതിന്റെ ഡെസ്റ്റിനേഷൻ കാണിക്കുന്നത് എന്ന്. അപ്പോൾ ബ്ലൂംബർഗ് ഇങ്ങനെ ന്യൂസ് കൊടുത്തപ്പോൾ കള്ളത്തരത്തിൽ റഷ്യൻ ഓയിൽ കൊണ്ടുവരുന്നത് കണ്ടുപിടിച്ചതിനെ തുടർന്ന് അവർ ഡെസ്റ്റിനേഷൻ മാറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും മോദിയുടെ സ്വന്തം ഏറ്റു തന്നെ മോദിയെയും മോദിയുടെ മന്ദഭക്തരെയും 56 വിശ്വഗുരുവിന്റെ യാഥാർത്ഥ്യവും തുറന്നു കാണിച്ച ഈ മനോഹര നിമിഷങ്ങൾ അതീവ ഹൃദ്യമാണ് എന്ന് പറയാതെ വയ്യ.